എന്താ എന്താ സാർ കാര്യം? നിനക്ക് കാര്യം എന്താണെന്ന് അറിയണമല്ലടാ. ഒരു പോലീസുകാരനെ കൊന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നാട്ടില് വിലസി നടക്കാന്ന് കരുതിയോടാ. കൊല്ലുക? ഞാനോ? സാർ എന്തൊക്കെയായി പറയുന്നേ? എന്റെ തലയിൽ എന്തെങ്കിലും കള്ളക്കേസ് കെട്ടിച്ചമയ്ക്കാന്നാണ് കരുതുന്നെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല സാറേ. നിർത്തട. നിന്റെ അഹങ്കാരം കൊള്ളാലോ. ഞങ്ങളിൽ ഒരാളെ തീർത്തിട്ട് ഞങ്ങളെ തന്നെ വെല്ലുവിളിക്കുന്നോ? ഞാൻ ആരെയും കൊന്നിട്ടില്ല. നിങ്ങളെ ആരൊക്കെയോ ചേർന്ന് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചയാളെ നീ ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതായിരിക്കും. അയാളെ വിളിക്ക. സത്യം അയാളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. ഇവളാ ഞങ്ങൾക്ക് പരാതി നൽകിയത്. ഇവളുടെ അച്ഛൻ മാധവൻ സാറിനെ കൊന്നത് നീയാണെന്ന്. എന്താ ഇവളെ കൊണ്ട് നീ സത്യം പറയിപ്പിക്കുന്നുണ്ടോ? നീ ഇവളെ കല്യാണം കഴിച്ചെന്ന് കരുതി മാധവനോട് നീ കാണിച്ച തെറ്റ് ഇവളെ മറക്കൂന്ന് കരുതിയോ? ഒരിക്കലുമില്ല. ഇവളൊരു സത്യസന്ധയായ പോലീസുകാരിയാണ്. ഒരു കൊലയാളിയെ, പ്രത്യേകിച്ച് മാധവൻ സാറിനെ പോലെ സത്യസന്ധനായ ഒരു പോലീസുകാരന്റെ കൊലയാളിയെ രക്ഷപ്പെടാൻ ഇവളോ ഈ ഡിപ്പാർട്ട്മെന്റോ സമ്മതിക്കില്ല. ഇവളുടെ കഴുത്തില് ഒരു താലിയും കെട്ടി വയറ്റിലുണ്ടാക്കിയ നീ ചെയ്ത എല്ലാ ചെറ്റത്തരവും ഇവള് മറയ്ക്കുമെന്ന് നീ കരുതിയല്ലേ? അവിടെയാ നിനക്ക് തെറ്റിയത്. ഇവൾക്ക് ഇവളുടെ അച്ഛൻ തന്നെയാ വലുത്. ചെയ്ത തെറ്റിന് ഗിരിയേട്ടൻ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. മോളെ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക. ഞാൻ ആരെയും കൊന്നിട്ടില്ല. പക്ഷേ അച്ഛന്റെ ബോഡി മാറ്റി ആക്സിഡന്റ് സംഭവിച്ചാണ് അദ്ദേഹം മരിച്ചെന്ന തരത്തിൽ വരുത്തി തീർത്തില്ലേ? അതൊരു തെറ്റല്ലെന്നാണോ ഗിരിയേട്ടൻ പറയുന്നത്? ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ. പക്ഷെ നിന്റെ അച്ഛനെ ഞാനാണ് കൊന്നതെന്ന് കരുതി എന്നെ നീ വെറുക്കരുത്. എനിക്ക് അത്രമാത്രമേ പറയാനുള്ളൂ. ഗിരിയേട്ടൻ പറയുന്നതെല്ലാം ഞാൻ വിശ്വസിക്കാം. ഒരേ ഒരു ചോദ്യത്തിന് ഗിരിയേട്ടൻ കോടതിയിൽ വന്ന് ഉത്തരം നൽകിയാൽ മതി. ആർക്ക് വേണ്ടിയാ ഗിരിയേട്ടൻ ഇതെല്ലാം ചെയ്തതെന്ന്? എന്റെ അച്ഛനെ കൊന്നത് ഗോപാലനാണെന്ന് എനിക്കും അറിയാം. പക്ഷേ ഗിരിയേട്ടൻ അത് കോടതിയിൽ പറഞ്ഞും മാപ്പ് സാക്ഷിയാകണം. അതോടെ ഗിരിയേട്ടന് ശിക്ഷയിൽ ഇളവ് കിട്ടും. എന്റെ അച്ഛനെ കൊന്ന ആൾക്ക് ശിക്ഷയും കിട്ടും. ഗോപാലൻ എന്റെ അച്ഛനെ കൊന്നിട്ടും ഗിരിയേട്ടൻ അയാളെ പിന്തുണയ്ക്കുക. ജയിലിൽ പോവേണ്ട അവസ്ഥ വന്നാലും ഗോപാലിനെ ഗിരിയേട്ടൻ ഒറ്റില്ലല്ലേ? ഇപ്പൊ ഗിരിയേട്ടന്റെ നിലപാട് എന്താന്ന് എനിക്ക് മനസ്സിലായി. ഇനിയും ഗിരിയേട്ടനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. നോക്കി നിൽക്കാതെ വിലങ്ങ് വെച്ച് വണ്ടി കേട്ടിട്ട് ഇവനെ. ഇങ്ങോട്ട് ആഹാ, ഇന്നെന്താ മഞ്ജു നേരത്തെ വന്നോ? ഏയ്, ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ തന്നെ ആയിരുന്നു. ഇന്നലെ വീട്ടിലെന്തോ വഴക്ക് നടന്നെന്നാ തോന്നുന്നത്. ബിജുകുട്ടൻ ചെല്ല്, ഞാനൊന്ന് സംസാരിക്കട്ടെ. ശരി സാർ. എന്താ മോണ കാര്യം? മോളിന്നലെ വീട്ടിലേക്ക് പോയില്ലേ? പോയി. എന്നിട്ട് തിരിച്ചു വന്നു. എന്തു പറ്റി മോളെ? വീട്ടിലെന്തെങ്കിലും വഴക്കുണ്ടായ?
എന്താ മോളെ ഇത്? എന്താ സംഭവിച്ചെന്ന് പറ. വീട്ടിലേക്ക് പോകുന്ന വഴി ആ പീതാംബരൻ എന്നെ കാണാൻ വന്നിരുന്നു. എന്നിട്ട് എന്റെ അച്ഛന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് അയാൾ വ്യക്തമാക്കി. അപ്പോ ആരാണ് അയാളോടത് ആക്സിഡന്റ് ആണെന്ന് പറയാൻ അങ്ങനെ ആവശ്യപ്പെട്ടത്? ഗിരിയേട്ടൻ. ഗിരിയേട്ടനും അയാളും കൂടിയാ അച്ഛന്റെ ബോഡി റോഡ് സൈഡിൽ കൊണ്ടുപോയി ആക്സിഡന്റ് പറ്റിയ പോലെ കിടത്തിയത്. മാധവനെ കൊന്നത് ആരാണെന്ന് പീതാംബരന് അറിയാമോ? കൊലപാതകം നേരിട്ട് അയാൾ കണ്ടിട്ടില്ല. എന്നാലും അയാൾ ഊഹിക്കുന്നത് അച്ഛനെ കൊന്നത് ഗിരിയേട്ടനാണെന്ന്. അയാൾ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ഞാൻ ചുമന്നുകൊണ്ടിരിക്കുന്നത് എന്റെ അച്ഛന്റെ കൊലയാളിയുടെ കുഞ്ഞിനെയാ. ഇത് ചൂടോടെ ഗോപാൽജിയെ അറിയിക്കാം. ഞാൻ ഇന്നലെ സ്റ്റേഷനിലേക്ക് വരാൻ കാരണം ഇതായിരുന്നു. ഗിരിയേട്ടന്റെ കൂടെ ആ വീട്ടിൽ ഒരു നിമിഷം പോലും കഴിയാൻ എനിക്ക് പറ്റിയില്ല. മോളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. എന്നാലും പീതാംബരനെ പോലെ കാശിനു വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളുടെ വാക്ക് കേട്ട് സ്വന്തം ഭർത്താവിനെതിരെ തിരിയരുത്. അയാൾ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ വീട്ടിൽ ചെന്ന് ഗിരിയേട്ടനോട് ചോദിച്ചപ്പോ ഗിരിയേട്ടൻ എല്ലാം സമ്മതിച്ചു. അപ്പോ മാധവനെ കൊന്നത്? അത് ചെയ്തത് ഗിരിയേട്ടനല്ലെന്ന് അദ്ദേഹം പറയുന്നത്. മോളെ, ഗോപാലിന് വേണ്ടി ഗിരി പല മോശം കാര്യങ്ങളും ചെയ്തു കാണും. പക്ഷെ ഒരാളെ കൊല്ലാൻ അവനെ കൊണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ഗോപാലൻ അച്ഛനെ കൊന്നതിന് ശേഷം അത് മറയ്ക്കാൻ വേണ്ട എല്ലാം ചെയ്തത് ഗിരിയേട്ടനാ. അതിനെ എനിക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിയും? മോളെ, എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. അല്ല മോളെ, ഇത്രയ്ക്ക് അറിഞ്ഞതിന് ശേഷം നിനക്ക് ഗിരിയോട് ഇനി ക്ഷമിക്കാൻ പറ്റുമോ? ഗിരിയേട്ടൻ എന്റെ ഭർത്താവാണ്, എന്റെ കുഞ്ഞിന്റെ അച്ഛനാണ്. അതുകൊണ്ട് ഗിരിയേട്ടനെ എനിക്ക് വെറുക്കാൻ കഴിയില്ല. പക്ഷെ എന്റെ അച്ഛനോട് ചെയ്ത തെറ്റിന് ശിക്ഷ ഏറ്റുവാങ്ങാതെ എനിക്ക് ഗിരിയേട്ടനോട് ക്ഷമിക്കാനും കഴിയില്ല. അപ്പോ നീ ഗിരിയെ അറസ്റ്റ് ചെയ്യൂ? തെളിവ് കിട്ടിയാൽ ഉറപ്പായും അറസ്റ്റ് ചെയ്യും. അതൊരു പോലീസുകാരി എന്ന നിലയ്ക്കും മകൾ എന്ന നിലയ്ക്കും എന്റെ കർത്തവ്യമാണ്. പക്ഷെ അങ്ങനെ ചെയ്താൽ നീയും ഗിരിയും തമ്മിലുള്ള ബന്ധം തകരില്ലേ? എന്റെ അച്ഛന്റെ കൊലയാളിയെ സഹായിച്ചതിന് എനിക്ക് ഗിരിയേട്ടനോട് ക്ഷമിക്കാമെങ്കിൽ ഗിരിയേട്ടനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നതിന് ഗിരിയേട്ടൻ എന്നോട് ക്ഷമിക്കാം. ഗിരിയേട്ടൻ ചെയ്തത് കുറ്റമാണ്. ഞാൻ ചെയ്യുന്നത് എന്റെ ഡ്യൂട്ടിയാണ്. മഞ്ജു രാത്രി വീട്ടിലേക്ക് പോയിട്ടില്ലെങ്കിൽ അവിടെ ഗിരിയുമായിട്ട് അത്രയും വലിയൊരു പൊട്ടിത്തെറി സംഭവിച്ചിട്ടുണ്ടാവും. അത് കേട്ടാ മതി. എന്നാ ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. സ്റ്റേഷനിൽ നിന്ന് അനിതയാ സംഗതി ഏറ്റിട്ടുണ്ട്. ഇന്നലെ മഞ്ജു സ്റ്റേഷനിലാണ് താമസിച്ചത്. അതായത് വിഷയം വീട്ടില് നന്നായിട്ട് ആളി പടർന്നിട്ടുണ്ട്. സാറിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മഞ്ജുവിനെ കൊണ്ട് ഗിരിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കലാണോ? ഏയ്, അവനെ കൊണ്ട് എനിക്ക് ഇനിയും പല ആവശ്യങ്ങളും ഉണ്ട്. എന്നെ വെല്ലുവിളിക്കാൻ മഞ്ജുവിന് ധൈര്യം കൊടുക്കുന്നത് ഗിരി അവളെ സംരക്ഷിക്കുന്നുള്ള വിശ്വാസം കൊണ്ടാണ്. അവർ തമ്മിലുള്ള ബന്ധം തകർന്ന പിന്നെ അവൾക്ക് ആ ആത്മവിശ്വാസം ഉണ്ടാവില്ല. ഗർഭിണിയായ അവൾ ഒറ്റയ്ക്ക് എനിക്കെതിരെ എന്ത് ചെയ്യാനാ? ഗിരിയെക്കുറിച്ച് ഇത്രയൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് അവൾ ആദ്യം ലക്ഷ്യം വെക്കാൻ പോകുന്നത് മിക്കവാറും ഗിരിയെ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഗോപാൽജിക്ക് പേടിക്കേണ്ട കാര്യമില്ലേ?